നമ്മൾ ഒരുപാട് വയലൻസ് മൂവീസ് അനാലിസിസ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള മിക്ക വീഡിയോസിന്റെ അടിയിലും പൊതുവേ വരുന്ന ഒരു കമന്റ് ഉണ്ട് ഈ ഒരൊറ്റ സിനിമയെ കുറിച്ച്. എന്നാ പിന്നെ അതൊന്ന് കണ്ടു കളയാന്ന് വിചാരിച്ചു. അതെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 2015 റിലീസ് ചെയ്ത ഒരു അമേരിക്കൻ സൈക്കോപാത്ത് മൂവിയായ ഹെഡ്ലെസ്. സീരിയസ്ലി ഞാൻ ഒരു കാര്യം പറയാല, ഈ ഒരു പടം ഞാൻ ഒരാൾക്ക് പോലും സജസ്റ്റ് ചെയ്യില്ല. 18 വയസ്സിൽ താഴെയുള്ളവരാണെങ്കിൽ ഈ പരിസരത്തേ വരണ്ട. ഇപ്പം 18 വയസ്സ് കഴിഞ്ഞവരാണെങ്കിലും തീരെ മനക്കരുത്തില്ലെങ്കിൽ ഇത് കാണാൻ നിൽക്കരുത്. നിങ്ങളുടെ മനസ്സിനൊന്നും താങ്ങാൻ പറ്റാത്ത, എന്തിനേറെ ഇത്രയും പടങ്ങളൊക്കെ പറഞ്ഞു തന്നാൽ എനിക്ക് വരെ മുഖം തിരിക്കേണ്ടി വന്ന ഒരുപാട് അറപ്പുളവാക്കുന്ന രംഗങ്ങൾ സിനിമയിലുടനീളം കാണിക്കുന്നുണ്ട്. ഇതുപോലൊരു പടം നമ്മുടെ ഇന്ത്യയിൽ റിലീസ് ആയിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഈ സ്ത്രീ സംരക്ഷണ നിയമൊക്കെ പറഞ്ഞ് പടത്തിന്റെ ഡയറക്ടറും ആക്ടറൊക്കെ ഏതെങ്കിലും ജയിലിൽ പോയി കിടക്കുന്നുണ്ടാവും. ഒരു ഗർഭിണിയുടെ വയർ അമർത്തി പൊട്ടിച്ച് അവരുടെ കുട്ടി പുറത്തേക്ക് വരുന്ന ഒരു സീനൊക്കെ ഉണ്ട്. എന്റെ ചങ്ങായി, എങ്ങനെയാണ് അവർ അതെല്ലാം ഷൂട്ട് ചെയ്തത്? ഒരു കാര്യത്തിന് ഞാൻ ഉറപ്പ് തരാം, ഞാൻ ഇതുവരെ നമ്മുടെ ചാനലിലൂടെ പറഞ്ഞതിൽ ഏറ്റവും വയലൻസ് ഉള്ള സിനിമയാണ് ഇത്. ഈ ലോകത്തിലെ ഏറ്റവും വയലന്റ് മൂവി എന്നറിയപ്പെടുന്ന ആദം ചാപ്ലിൻ. അതിൽ ഒരുമാതിരി കൊണച്ച ആർട്ടിഫിഷ്യാലിറ്റിയോടെ അല്ല ഈ സിനിമയിലെ രംഗങ്ങൾ കാണിച്ചിരിക്കുന്നത്. എല്ലാത്തിനും ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാനുണ്ട്. സിനിമയുടെ തുടക്കം തൊട്ട് ഒടുക്കം വരെ ചോരക്കളി എന്ന് വേണം പറയാൻ. പക്ഷേ എന്നാലും ഞാൻ കാര്യം പറയാല, എന്റെ ടോപ്പ് ഇപ്പോഴും ഗ്രോട്ടസ്ക് തന്നെയാണ്. കാരണം ആ ഒരു പടം എന്റെ ചെറുപ്പത്തിൽ തന്ന ഒരു ട്രോമ ഞാനൊന്നും ചത്താലും മറക്കൂല. ഒരു കാര്യം ഇപ്പോഴും രണ്ടാമത് കൂടി കാണാൻ പേടിയുള്ള ഒരേ ഒരു സിനിമ അത് ആ ഒരു പണ്ടാറ ഗ്രോട്ടസ്ക് മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം വീണ്ടും പറയുന്നത്. ഈ 18 വയസ്സിൽ താഴെയുള്ളവരും പിന്നെ പക്വത എത്താത്തവരൊക്കെ ഇങ്ങനെയുള്ള പടങ്ങൾ കാണുമ്പം നിങ്ങൾ അതൊക്കെ ഒരു ക്രെഡിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഭയങ്കര സംഭവമായിട്ടൊക്കെ കാണുമെങ്കിലും അത് ഏത് രീതിയിൽ നിങ്ങൾ അഫക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. ഈ സിനിമയെ സിനിമയുടെ രൂപത്തിൽ കാണാൻ അറിയാത്ത കുറേ ആൾക്കാരുണ്ട്. ഈ ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെയുള്ള പടങ്ങൾ കാണുമ്പം ചില ആൾക്കാരെ അത് വലിയ രീതിയിൽ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടി ഒരു ചാൻസ് ഉണ്ട്. ഈ ബ്രൂട്ടൽ വയലൻസ് രംഗങ്ങളൊക്കെ കണ്ടാൽ പേടിയില്ല എന്ന് പറയുന്നവരുണ്ടെങ്കിൽ അവരെ നിങ്ങൾ മെയിൻ ആയിട്ടൊന്ന് സൂക്ഷിക്കണം. കാരണം അത് ഒരുതരം സൈക്കോ സ്വഭാവമാണ്. അതിനിടക്ക് ഞാനൊരു ഭയങ്കരமான കാര്യം പറയട്ടെ. വെറും 13 വയസ്സുള്ള ഒരു ചെക്കൻ ഈ ഒരു പടം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ സജസ്റ്റ് ചെയ്തു. നിങ്ങൾ ആലോചിക്കണം, വെറും 13 വയസ്സ്. ബ്രോ, ഹെഡ്ലെസ് എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യും ബ്രോ. കിടിലൻ സിനിമയാണ് ബ്രോ. സീൻ സാധനം ഒരുപാട് വയലൻസ് ഉണ്ട്. കിടിലൻ പടാണ് ബ്രോ. അനക്ക് 13 വയസ്സ് മാത്രമേ ഉള്ളൂ, പക്ഷെ എനക്കൊന്നും തോന്നിയിട്ടില്ല. മോനെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ മനുഷ്യനൊന്നും അല്ലാട്ടാ, നീ വേറെന്തോ ജീവിയാണ്. ഏതെങ്കിലും ഒരു സൈക്കാട്രിസ്റ്റിനെ പോയി കണ്ടോ, അതാണ് നിനക്ക് നല്ലത്. 13-ാം വയസ്സിലൊക്കെ എപ്പോഴാ? ഓക്കെ, അതെന്തെങ്കിലും ആവട്ടെ. ഏതായാലും ഈ സിനിമയുടെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഒരുപാട് കൺഫ്യൂസിംഗ് ആവുന്ന രീതിയിലല്ല ഇതിന്റെ കഥ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഡീപ്പ് ആയിട്ടുള്ള അനാലിസിസിന്റെ ആവശ്യം ഇവിടെ ഇല്ല. മെയിൻലി ഒരു കാര്യം പറയാനുള്ളത്, സിനിമയിൽ ഡയലോഗ്സ് വളരെ കുറവാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലോട്ട് വിഷ്വലി കിടിലനായിട്ട് തന്നെ ഈ ഒരു സിനിമയിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഏതായാലും സിനിമയുടെ ആ ഒരു ബേസിക് സ്റ്റോറിയിലേക്ക് വരുവാണെങ്കിൽ, ഒരു സ്കള്ളിന്റെ രൂപത്തിലുള്ള മുഖം മൂടി ധരിച്ച ഒരു സൈക്കോപാത്ത് ആ നാട്ടിലെ സ്ത്രീകളെയൊക്കെ കാണാതെ തട്ടിക്കൊണ്ടുവന്ന് വളരെയധികം ബ്രൂട്ടലായിട്ട് അവരെ കൊന്നുകളയും. പക്ഷേ ഇതൊക്കെ നമ്മൾ പല സിനിമകളിലൂടെയും കണ്ട് മറന്ന ഒരു കാര്യമാണെങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. ജീവനോടെയോ മരണശേഷമോ ആ പെൺകുട്ടിയുടെ തല ഉരിഞ്ഞെടുത്ത് സെക്ഷുവലി അതിനോട് കാണിക്കാൻ പറ്റുന്ന സകല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എന്തിനേറെ ആ ഒരു ചത്ത ശവത്തിനെ കൂടി വെറുതെ വിട്ടില്ല. ഇതൊന്നും രണ്ടും ആണെങ്കിൽ പോട്ടെ, പ്രായഭേദമന്യേ 100 കണക്കിന് സ്ത്രീകളെയാണ് ഇത്തരത്തിൽ ബ്രൂട്ടലായിട്ട് ഉപദ്രവിച്ച് കൊല്ലുന്നത്. എന്തിനേറെ ഗർഭിണികളെ പോലും വെറുതെ വിടുന്നില്ല. ഇത് വെറുതെ ഇങ്ങനെ ഉപദ്രവിച്ച് കൊല്ലുന്നത് മാത്രമല്ല, ജീവനോടെ അവരുടെ കണ്ണൊക്കെ പറിച്ചെടുത്ത് പച്ചയ്ക്ക് കഴിക്കുന്നുണ്ട്. അതൊക്കെ വളരെ ഒറിജിനാലിറ്റിയോടെയാണ് സിനിമയിൽ കാണിക്കുന്നത്. പിന്നെ ഈ സൈക്കോപാത്ത് കൊന്ന ഓരോ സ്ത്രീകളുടെയും തലകള് ഒരു അവാർഡൊക്കെ കിട്ടിയ പോലെ കളക്ഷനായിട്ട് ഷോക്കേസിൽ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ബാക്കി വരുന്ന 100ഓളം ശവത്തിന്റെ അവശിഷ്ടങ്ങൾ ഒരു വലിയ കുഴിയിലായിട്ട് നിറഞ്ഞു കിടക്കുകയാണ്. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത്, ഈ ഒരു യൂണിവേഴ്സിൽ പോലീസ് ഇല്ല. അതായത് ലോജിക്കലി ചിന്തിക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം റിയൽ ലൈഫിൽ സംഭവിക്കാൻ സാധ്യത വളരെ കുറവാണ്. പിന്നെ ഒരു സിനിമ എന്നുള്ള രീതിയിൽ കാണുവാണെങ്കിൽ ഓക്കെ. പിന്നെ ഇയാൾ ഒരു സൈക്കോപാത്താണെന്ന് പറയാനുള്ള കാരണം പറയാം. ഇത്രയധികം സ്ത്രീകളെ ബ്രൂട്ടലായിട്ട് കൊല്ലുന്നു, അവരുടെ തലകളൊക്കെ ശേഖരിച്ചു വെക്കുന്നു. എല്ലാം കഴിഞ്ഞതിന് ശേഷം അയാൾ ഒരു പട്ടിക്കൂട് പോലത്തെ ഒരു കൂട്ടിലാണ് ഉറങ്ങുന്നത്. അവിടെ വെച്ച് താൻ ചെയ്ത എല്ലാ തെറ്റുകളെയും ഓർത്ത് അയാൾ പശ്ചാത്തപിക്കും. എന്നിട്ട് അതും ഓർത്ത് കുറെ നേരം കടന്ന് കരയും. പടം കാണുന്ന മിക്ക ഓഡിയൻസും വിചാരിക്കും, ഇയാൾ എന്ത് തേങ്ങയാ നീ കാണിക്കുന്നത്? റീസൺ പ്രത്യേകിച്ചൊന്നുമല്ല, ആ ഒരു കാരണം കൊണ്ടാണ് അയാൾ ഒരു സൈക്കോ ആണെന്ന് പറയുന്നത്. ഈ സൈക്കോപാത്ത് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് സോഷ്യോപാത്ത് എന്താണെന്ന് പഠിക്കണം. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, പുറമേ നല്ലവരായിട്ട് നടിച്ച് ഉള്ളിൽ വെറും തെണ്ടിത്തരം മാത്രം കൊണ്ട് നടക്കുന്ന ചില ആൾക്കാർ. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പിണറായി വിജയൻ. ഈ സോഷ്യോപാത്തായ ആളുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഇമോഷൻസ് അവിടെ നോർമൽ ആയിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ സൈക്കോപാത്തിന്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഇമോഷൻസ് എന്ന് പറയുന്ന കാര്യത്തിന് അവിടെ യാതൊരു പ്രസക്തിയും ഇല്ല. ചില സാഹചര്യങ്ങളിൽ ഇമോഷൻസ് ഉണ്ടാവാറുണ്ടെങ്കിലും അതൊരിക്കലും അവർക്ക് കൺട്രോളബിൾ ആയിരിക്കില്ല. ഈ അക്രമ സ്വഭാവം എന്ന് പറയുന്നത് ഭൂരിഭാഗം സൈക്കോപാത്സിലും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഹെഡ്ലെസ് എന്ന ഈ ഒരു സിനിമയിലാണെങ്കിലും അങ്ങനെ ഒരാളെയാണ് കാണാൻ സാധിക്കുന്നത്. എത്ര വലിയൊരു തെറ്റ് ചെയ്താലും കുറ്റബോധം എന്ന് പറയുന്ന ഒരു കാര്യം അവരുടെ മൈൻഡിൽ ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ പശ്ചാത്താപപരമായ ചില കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേക്കും ചങ്ങായി വീണ്ടും ആരെങ്കിലും കൊല്ലാൻ വേണ്ടി പോകും. ആ രാത്രി വീണ്ടും ആ കൂട്ടിക്കിടന്ന് പശ്ചാത്തപിക്കും. അതിന്റെ പിറ്റേന്ന് വീണ്ടും പഴയ പരിപാടി കണ്ടിന്യൂ ചെയ്യും.
ആ എന്നിട്ട് 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 വേറെ എന്ത്, അത് അങ്ങനെ ഒരു ലൂപ്പായിട്ട് പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ ഏതൊരു സൈക്കോ ആയാലും അയാൾ ഇങ്ങനെ ഒരു സൈക്കോ മെന്റാലിറ്റിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സ്പെസിഫിക് കാരണം ഉണ്ടാവില്ലേ. അതിനെ നമുക്ക് 2 കാറ്റഗറീസ് ആയിട്ട് തരംതിരിക്കാം. ഒന്നാമത്തെയാണ് ജന്മനാ ഈ ഒരു പണ്ടാറ സൈക്കോ മെന്റാലിറ്റി അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നവർ. കാരണം ജന്മനാ അവരുടെ ആ ഒരു ഹോർമോൺ ചേഞ്ച് കാരണം ഇങ്ങനെയുള്ള രക്തത്തോടുള്ള താല്പര്യം, അക്രമ സ്വഭാവം ഇതൊക്കെ ചെറുപ്പത്തിലേ അവരുടെ മൈൻഡിൽ ഉണ്ടാവും. മറ്റേ ഒരു തെലുങ്ക് പടം ഉണ്ടല്ലോ, മഹേഷ് ബാബു പിന്നെ SJ സൂര്യ അഭിനയിച്ച സ്പൈഡർ, അതിലെ SJ സൂര്യക്ക് ഏകദേശം ഈ ഒരു കൈൻഡ് ഓഫ് സൈക്കോപാത്ത് ആണ്. രണ്ടാമത്തെ കാറ്റഗറിയാണ് തന്റെ ജീവിത സാഹചര്യങ്ങൾ മൂലം ഒരു സൈക്കോ ആയി മാറിയവര്. അവരുടെ ജനന സമയത്തൊക്കെ നോർമൽ ആയിട്ടുള്ള നമ്മളെ പോലത്തെ മനുഷ്യർ തന്നെ ആയിരിക്കും. പിന്നീട് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില മോശം കാര്യങ്ങൾ മൂലം ഒരു സൈക്കോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വികൃതമായ ചിന്താഗതിയിലേക്ക് അവർ സാവധാനം എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരെ ഒരു പ്രോപ്പർ കൗൺസിലിംഗ് എല്ലാം കൊടുത്ത് മാറ്റിയെടുക്കാവുന്നതാണ്. പക്ഷേ അതിന് ചാൻസും വളരെ കുറവാണ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ സൈക്കോസിനും ഇങ്ങനെയുള്ള അക്രമ സ്വഭാവം ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതേപോലെ ഇങ്ങനെയുള്ള അക്രമ സ്വഭാവമുള്ള എല്ലാവരും സൈക്കോകളാണെന്നും പറയാൻ പറ്റൂല. ഇതൊരു ഡീപ്പ് ആയിട്ടുള്ള വിഷയമായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ നിൽക്കുന്നില്ല. ഇപ്പം ഈ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, മറ്റുള്ളവരെ ക്രൂരമായി വേദനിപ്പിക്കുന്നതിലൂടെ സന്തോഷം കണ്ടെത്തുന്ന വ്യക്തികൾ, അങ്ങനെയുള്ള ചില ആളുകളെ നമുക്ക് സൈക്കോ എന്ന് വിശേഷിപ്പിക്കാം. നമുക്ക് നേരെ ഈ ഒരു സിനിമയിലേക്ക് വരുവാണെങ്കിൽ അയാൾ ഒരു ക്രൂരനായ സൈക്കോ ആയി മാറാൻ വേണ്ടിയിട്ട് കൃത്യമായ ചില കാരണങ്ങളുണ്ട്. കാരണം അയാളുടെ ചെറുപ്പകാലത്ത് വളർത്തമ്മയിൽ നിന്ന് നേരിടേണ്ടി വന്ന ക്രൂരമായ ചില പീഡനങ്ങൾ. ആ വളർത്തമ്മയ്ക്ക് ഒരു മകള് കൂടിയുണ്ട്. ഒരു പട്ടിക്കൂട് പോലത്തെ ഒരു കൂട്ടിൽ അടച്ചു വെച്ചാണ് അവനെ വളർത്തുന്നത് എന്ന് പറയാൻ പറ്റൂല, നരകിപ്പിക്കുന്നത്. സ്നേഹം എന്നൊരു കാര്യം അവൻ അറിഞ്ഞിട്ടില്ല എന്ന് വേണം പറയാൻ. ഭക്ഷണത്തിനായിട്ട് ചത്ത മുയലിനെയൊക്കെ പച്ചയ്ക്ക് കഴിക്കാൻ കൊടുക്കും. വെള്ളത്തിന് പകരം അവരുടെ രക്തവും യൂറിനൊക്കെ ആയിരിക്കും കൊടുക്കുക. ആ ഒരു കൂട്ടിന്ന് ഒരിക്കൽ പോലും അവനെ പുറത്തേക്ക് ഇറക്കിയില്ല. അവന്റെ ആ ഒരു ബാല്യം മുതൽ ഏകദേശം കൗമാരപ്രായം വരെ ആ ഒരു ഇരുമ്പ് കൂട്ടിൽ കിടന്നവൻ നരകിച്ചു എന്ന് വേണം പറയാൻ. ചെറുപ്പം മുതലേ അമ്മയുടെയോ അച്ഛന്റെയോ സ്നേഹം കിട്ടിയില്ല. ഏത് സമയത്തും വളർത്തമ്മയുടെയും സഹോദരിയുടെയും ക്രൂരമായ പീഡനങ്ങൾ മാത്രം. നല്ല ഭക്ഷണമോ വെള്ളമോ കിട്ടാതെ പട്ടിണി കടന്ന് ആ ഇരുമ്പ് കൂട്ടിൽ നരകിച്ച് ജീവിച്ച അവൻ ഒരു ക്രൂരനായ സൈക്കോ ആയി മാറിയതിൽ യാതൊരു അത്ഭുതവും ഇല്ല. ഒരു ദിവസം കാമക്കടി മൂത്ത അവന്റെ സഹോദരി അവളുടെ സെക്ഷൽ ഫീലിങ്സ് അവന്റെ മേലെ തീർക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കൂട് ചെറുതായിട്ടൊന്ന് തുറന്നു കൊടുത്തു. പിന്നെ എന്ത് സംഭവിക്കുമെന്ന് ഞാനായിട്ട് പ്രത്യേകിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അങ്ങേയറ്റം ബ്രൂട്ടലായിട്ട് ആ വളർത്തമ്മയുടെ മകളെ കൊന്നു കൊല വിളിക്കും. അതായത് അവന്റെ ആദ്യത്തെ കൊലപാതകം അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആ പെണ്ണിന്റെ കണ്ണൊക്കെ പറിച്ചെടുത്ത് തിന്നു. അവന്റെ വളർത്തമ്മ വരുമ്പം ഈ ഒരു കാര്യമാണ് കാണുന്നത്. വളരെയധികം ബ്രൂട്ടലായിട്ട് മരണപ്പെട്ട് കിടക്കുന്ന തന്റെ മകളുടെ അവസ്ഥ കണ്ട ആ ഒരു വളർത്തമ്മേന്റെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ആ പെണ്ണുങ്ങളെയാണെങ്കിൽ ഇതിനേക്കാളും ബ്രൂട്ടലായിട്ട് കൊന്നു കൊല വിളിക്കും. രണ്ടുപേരുടെയും തല പറിച്ചെടുത്ത് സെക്ഷലി കാണിക്കേണ്ടതൊക്കെ അതിനോട് കാണിക്കും. പക്ഷേ ഇവരുടെ മരണം നമുക്ക് കുറച്ച് സാറ്റിസ്ഫൈങ് ആണെങ്കിലും നമ്മുടെ സൈക്കോയ്ക്ക് സ്ത്രീ എന്ന വർഗത്തോട് വലിയ വെറുപ്പായി തുടങ്ങി. കയ്യിൽ കിട്ടിയവരെയൊക്കെ ക്രൂരമായിട്ട് കൊന്നുകളയാൻ തുടങ്ങി. അന്ന് മുതൽ സൈക്കോയുടെ മനസ്സിൽ വന്നു പോന്ന ഒരു ഇമാജിനേഷണൽ ക്യാരക്ടർ ഉണ്ട്. ഒരു സ്കൾ ഫേസുള്ള ഒരു കുട്ടി. അവന്റെ ക്രൂരമായ ചിന്താഗതികളാൽ രൂപപ്പെട്ട ഒരു രൂപമാണ് ആ ഒരു കുട്ടി എന്ന് വേണമെങ്കിൽ പറയാം. തന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ഒരു ഇരുമ്പ് കൂട്ടിൽ മാത്രം ചെലവഴിച്ച അവൻ പിന്നീട് അങ്ങോട്ടുള്ള കാലത്തും ആ കൂട്ടിൽ കിടന്നാൽ മാത്രമേ ഉറക്കം വരുള്ളൂ എന്നുള്ള അവസ്ഥയായിട്ടുണ്ടാവും. ഇത്രയും കാലം താനാണ് മറ്റുള്ളവരെ ഭയപ്പെട്ടത്. ഇനി മുതൽ തന്നെ മറ്റുള്ളവർ ഭയപ്പെടണം എന്നുള്ള ആ ഒരു ചിന്താഗതി, അതിന് ഈ ഒരു വെറും മുഖം മൂടി മാത്രം പോരാ. അതുകൊണ്ട് സ്വന്തം മുഖത്തിന്റെ തൊലി പറിച്ചെടുത്ത് കളഞ്ഞു. ആരും കണ്ടാൽ ഭയപ്പെടുന്ന ഒരു ഭീകര രൂപത്തിലേക്ക് മാറി. അയ്യോ, ഓക്കെ, ദാറ്റ്സ് ഓൾ ഗൈസ്. നല്ല എഫേർട്ട് ഇട്ടെടുത്ത വീഡിയോ ആണ്. അതുകൊണ്ട് സബ് ചെയ്യാണ്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് നമ്മുടെ വിജയം. എൻ്റെ അമ്മച്ചി നാക്കല്ലുളുക്കി പണ്ടാരം.